വഴി ചെറുങ്ങനെ പ്രവാചകനാണ്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജനതകൾ പ്രവാചകനാണ് ഒന്നും അറിഞ്ഞുകൂടാ, ഈശോയെ പറയാനറിയാനുള്ള വചനം അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. ആദ്യത്തെ സ്റ്റേജിലാണ്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. കർത്താവ് നിങ്ങളോട് ബാലനാണെന്ന് പറയരുത്. കണ്ടോ, അതെന്ന് പറയാൻ പാടില്ലേ? കണ്ടോ, ആ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും വിളിക്കുക. പിന്നെ ഞാൻ അയക്കുന്നതേ നീ പോകണം, ഞാൻ അയക്കുന്നത് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. അതാണ് പറയുന്നത്. നീ എന്ത് പറയണം, എന്ത് ചെയ്യണം, നീ അറിയേണ്ട, അത് ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിച്ചോളാം. ലൂക്കാ 12:14. എന്തോരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയത്. എന്നാൽ നിങ്ങളുടെ എതിരാളിയിൽ നാം ചെറുത്ത് നിർത്താനും എതിർക്കാനും കഴിയാത്ത വാക്കറിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. അപ്പൊ ജ്ഞാനവും നിങ്ങൾക്കാണ്. ആണാ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് ജ്ഞാനമെല്ലാം വരുന്നത്, എങ്ങനെയാണ് വചനം വരുന്നത്? നമ്മൾ വചനം പറയാൻ തുടങ്ങിയപ്പോ ആദ്യ കാലത്ത് കുറേയായിരുന്നു എല്ലാം കാണാൻ വെച്ചിട്ടാണ്. അതാണ് ഇതാണ് പക്ഷിത്താരി ജ്ഞാനം വരുമ്പോൾ ദൈവം നമ്മൾ പഠിപ്പിച്ചു. ഒത്തിരി കണ്ടല്ലോ, പലരും അങ്ങനെയാണ്. ആദ്യ കാലത്ത് അങ്ങനെയാണ്, എല്ലാം കാണാൻ വെച്ചിട്ടാണ്. ഒന്നാലും ദൈവം നമ്മൾ ഈശ്വരൻ വിട്ടുകൊടുത്ത് നമുക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാനും കഴിയുക. അതും വേണം, ഇതും വേണം, കയ്യിരിക്കണമെന്നാണ്, അച്ഛനും വേണം, അല്ലാത്ത കയ്യിരിക്കണമെന്നാണ്. ഇങ്ങനെ വന്നിട്ട് വളരെ പ്രൊഫഷണലാണ്, വിദ്യാഭ്യാസം വേണം, അളവുകൾ വേണം, ആശയം വേണം, എല്ലാം കൂടി ഒന്നിഷ്ടം. അതാണ് നമ്മളെ ആവശ്യമാല്. നിങ്ങൾക്ക് രണ്ടുപേര് യജമാനന്മാരെ ശ്രമിക്കാൻ പറ്റുമെന്ന് ഈശോ പറഞ്ഞത്. ധനത്തെയും എന്നെയും ഈശോയും രണ്ടുപേരെ ഒന്നിച്ച് സേവിക്കാൻ സാധ്യമല്ല. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കില്ല. ഒന്നുകിൽ ഒരുവനെ രക്ഷിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമൂനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. രണ്ട് കാലം അനുഭവിച്ചിട്ടുണ്ട്. അത് പറ്റില്ല. അതാണ് നമ്മുടെ കൈകൊണ്ടോന്നില്ല. രണ്ട് വഞ്ചിയുടെ കൈകൊണ്ടാൻ പറ്റില്ല. അന്യായം വേണം, ഈശ്വരൻ വേണം. ഇല്ലേ? സിദ്ധനം വേണം, ഈശ്വരൻ വേണം. ഒറ്റക്കണിയൻ വേണം, ഈശ്വരൻ വേണം. ഇല്ലേ? മാനസകർക്കാര്യത്തിനും വേണം, ഈശ്വരൻ വേണം. നടക്കുമോ? സേവ, മറ്റേ സേവ, ഈ സേവ, അന്തരിച്ച സേവ, ഇവർ സേവ, എത്ര സേവകളാണ്. ഇതെല്ലാം പരിശോധിച്ചാൽ ഒട്ടുന്നതാണ്. 2 Corinthians 11 12 അത് കൃപകളൊക്കെ അല്ലാതെ മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കില്ല. ഈ സ്ഥലത്തെല്ലാം പോയാൽ എന്തുകൊണ്ടാണ് പോകുന്നത്? നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നില്ല, വചനം വേണം. അതുകൊണ്ടാണ് ദൈവം തന്നെ വിശ്വാസം ഉണ്ടാകും. ഒഴിക്കോളാൻ കണിയാനെടുക്കലും എടുക്കലും മറ്റ് സേവക്കാരെടുക്കലും പ്രാർത്ഥനക്കാരെ വെല്ലുമെടുക്കലും ഇല്ല. ഇതെവിടെ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലാണ്. കൊല്ലത്തിൽ അമ്മച്ചിട്ട് ഇല്ല, കോട്ടയത്തിൽ നിന്നാണ്, കോട്ടയത്തിൽ നിന്നൊക്കെ പ്രമാണം ഹൃദയത്തിലുണ്ട്. ഇവിടെ സേവക്കാരില്ല, പെണ്ണുങ്ങളുടെ സൗകര്യ സിദ്ധ എവിടെ തവളകളെ മുക്കി നടക്കാൻ സാധിക്കില്ല. അവസാന കാലത്ത് തവളകൾ അടുക്കളയിൽ തവള പറഞ്ഞെന്താണ് പ്രബോധന്മാർ. അതായത് 2 യോഗങ്ങൾ നേരിട്ട് അനേകം വേറെ പ്രബോധന്മാർ അവസാന നാളുകളുണ്ടാകും. സ്വാർത്ഥ മോഹികളും 2 Timothy 3:1 അവരുടെ കേൾക്കുന്ന കാരണം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ഇപ്പൊ ആ സമയമാണ് നമ്മൾ. അപ്പോൾ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദേവദൂഷകരും മാനവരന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാവും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും
നന്മയെ വളർത്തുന്നവരും വഞ്ചകരും എടുത്തിയാട്ടക്കാരും അഹത്യയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരുന്നു. അവർ ഭക്തിയുടെ വാക്യരൂപം നിലനിർത്തിക്കൊണ്ട് ഭക്തിയുടെ വാക്യരൂപം കേട്ടോ ചിലപ്പോൾ ശേഖരം വാങ്ങി ചുമ്പാകും അവിടെ സ്ഥാനം നോക്കിലും അല്ലേ പലതരത്തില് വസ്ത്രമൊക്കെ മാറ്റും. അതാണ് ജോലിന് പങ്കിടുന്നതാണ്. വസ്ത്രമൊക്കെ മാറ്റിട്ട് നിർദ്ദയമാണ്. കല്യാണിക്കും വെള്ള കോളറും മാറ്റിട്ട് വെള്ള സാരി മാറ്റിവിടുന്നതാണ്. നിങ്ങൾ കാണുമ്പോൾ വെള്ളയാണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കും. അവരെ ഉള്ളിരിക്കുന്നത് കട്ടിട്ടിരിക്കുന്ന വിശ്വാസികളായിരിക്കും. ഞാനില്ലാത്തതുകൊണ്ടാണ് നമുക്കിത് കണ്ടാൽ തരും അല്ലെ. എവിടെ ഉടനെ പോകും. അത് അവർ ആദ്യം എടുക്കേണ്ട ആദ്യം ചെല്ലണം. വിശ്വാസികൾ ആദ്യം ഇഷ്ടമാണ്. സഹോദരികളാണോ സഹോദരന്മാരാണോ സഹോദരികൾ വലിയ കാര്യം. അതുകൊണ്ടാണ് ആദ്യം അവവാദികളാണ് ആദ്യത്തിൽ വേണം സർക്കാർ ഉൽപ്പത്തി 1:11 ആദ്യം ചെയ്തത് അവവാദികളാണ്. സാത്താൻ എന്ത് രൂപത്തിലാണ് പോയത്? സർപ്പത്തിന്റെ രൂപത്തിൽ. പറഞ്ഞതെല്ലാം സ്ത്രീ വിശ്വസിച്ചോ? വിശ്വസിച്ചു. ദൈവം പറഞ്ഞ വിശ്വസിച്ചോ? ഇല്ല. എന്നെ വളരെ തിന്നോ? പറഞ്ഞു ഞാൻ കൊടുത്തു. ഭർത്താവിന് കൊടുത്തു. അപ്പോ ആരാണ് പാവങ്ങൾ ചെയ്ത് ആ ഒറ്റ സകലം നമ്മളെല്ലാം കുടിക്കപ്പോയിരിക്കും. നേരെ സർപ്പം രാഷ്ട്രീയത്തിന് എന്തിനാണ് വസ്തുവാനം വരെ പോകുന്നു? ഒരു റൗഡി മഹാരാജ വസ്തുവാനം വരെ പോകുമോ? ആ സകല പാപത്തിൽ കിടക്കുന്ന വൃത്തമാണ് പോകുമോ? ഇല്ലയോ? ഞാനാണെങ്കിൽ പോവില്ല. കണ്ടോ? ഞാനില്ലാത്തതുകൊണ്ടാണ്. ഞാനാണെങ്കിൽ ഒഴുകണം. വല്ലവരെ വിളിച്ച് കേൾക്കുമോ? ഇല്ലേ? പ്രഭാഷകൻ 21-34 എല്ലാവരും പരിപാടികളും വേണ്ട കൂട്ടുകാരെല്ലാം വിളിച്ച് കേട്ടു. എവിടെയെങ്കിലും വിളിച്ച് കണ്ടാൽ മതി. വീട്ടിലോട്ട് വിളിച്ചോണ്ട് ഇല്ലയോണ്ടോ? വായിക്കുന്നതാണ്. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടുകാരുടെ പക്ഷിയെ പോലെ ആണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവന്റെ ദൗർബല്യങ്ങൾ ഉറ്റു നോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവൃത്തികളും അവൻ കുറ്റം കണ്ടുപിടിക്കും. കാവലി വളർത്താൻ ഒരു കനൽ പറയും. രക്തചൊരിഞ്ഞ അവസരം കാത്തിരിക്കുകയാണ് ഭാവി. നീതിനെ സൂക്ഷിക്കുക, അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്നെ മായാത്ത കറ വീഴും. അവിടുത്തെ വീണ്ടും കഴിഞ്ഞാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായിരിക്കും. അവരെ വിശ്വസിക്കുന്നു. വിശ്വസിച്ചോ? ഞാൻ കണ്ണില്ല. 23-24 ഈശോ ആരെയും വിശ്വസിച്ചിട്ടില്ല. മനുഷ്യരോടോ എന്താണെന്ന് ഈശോയ്ക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ മനുഷ്യനെ വിശ്വസിച്ചിരുന്നെങ്കിൽ ദൈവത്തിന്റെ ദാസനാകുകയില്ലായിരുന്നു. പല ഉപദേശങ്ങളുടെ ഓണരുത്. പ്രഭാഷകൻ 9:7 ജീസസ് പ്രഭാഷകൻ പറയുന്നതാണ്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു. എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകരെ സൂക്ഷിച്ചു കൊടുക്കുക. ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. ഈശ്വരന് ശക്തിയുള്ള സ്നേഹിതമാണെന്ന് ആളുകളിൽ നമ്മൾ പ്രാർത്ഥന കേൾക്കണം. അതേസമയത്ത് പ്രഭാഷണം നമ്മൾ പറയുകയാണ്. പ്രഭാഷണം 12 പാട്ടിൽ വന്നത് ഞാൻ കേൾക്കില്ല. ഇതെല്ലാം സംഭവിക്കും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. വിശ്വസിക്കരുത്. ചെമ്പിലെ പ്രാവ് എന്ന പോലെ അവന്റെ ദുഷ്ടനെ നശിപ്പിക്കും. ചെമ്പിലെ പ്രാവ് അറിയാമോ? ഇല്ല. സൗരന്മാർ അറിയാൻ പറ്റില്ല. സൗരന്മാർ വീട്ടുകാരും ചെമ്പിലെ പ്രാവ് അതുപോലെ ഇരിക്കും. പിന്നെ അവൻ അതിനോടെ കിട്ടിയാൽ കരുതലോടെ ഇരിക്കുക. വോട്ട് കണ്ണാടി പ്രദർശിപ്പിക്കുന്നതിനെ പോലെ യാത്രയോട് കാണിക്കുക. എത്ര ദിവസം പ്ലാവ് ഉപയോഗിക്കുന്നത്? അവനെ അനുസരിച്ചത് അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്.
അവന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും. അപ്പോൾ എന്റെ വാക്കുകളുടെ തൊഴിൽ ഈ നിങ്ങളോടെ മനസ്സിലാക്കും. വേണ്ടാത്തവരൊക്കെ വേണ്ടി വിദ്യാർത്ഥികൾ ഞാനില്ല ആ വിശദീകരണത്തിലൂടെ ഞാനില്ലോ കണ്ടോ. അവരെ കാഴ്ചയില്ല ഒരു അവരില്ല ഇവരില്ല ഇതെല്ലാം ഇവിടെ ഭാവിയെ സഹായിക്കാമോ? പാടില്ല. പ്രഭാഷണം പറഞ്ഞില്ല. ഓർമ്മ പ്രബോധമാണില്ല. ഒരാൾ കുടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി കാശ് വെക്കാൻ കൊടുക്കുമോ? കൊടുക്കില്ലേ? അങ്ങനെ കൊടുത്തു വളർത്തിയോണ്ടാണ് പാലുകൾ വന്നത്. പാലുകളെ സഹായിക്കാൻ പാടില്ല. കേൾക്കുന്നത് അർത്ഥം നോക്കി വേണം ദയ കാണിക്കാൻ. അർത്ഥം നോക്കി വേണം ദയ കാണിക്കാൻ. അതിന് ഫലമുണ്ടാവും. ദൈവഭക്തന് നന്മ ചെയ്യാൻ നിനക്ക് പ്രതിഫലം ലഭിക്കും. അവരിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് തിന്മയിൽ വീഴുന്നവൻ ശിക്ഷ കൊടുക്കാതെ നന്മ വരികയില്ല. ദൈവഭക്തന് നൽകുക, ഭാവിയെ സഹായിക്കുന്നത്. എളിയവന് നന്മ ചെയ്യുക, എന്നാൽ ദൈവഭയം ഇല്ലാത്തവനെ സഹായിക്കരുത്. അവന് ഭക്ഷണം കൊടുക്കരുത്, അവനെ കീഴടക്കും. നന്മയ്ക്കുവാൻ ഇരട്ടി ദ്രോഹമായി അവൻ ചെയ്യുക. അതിനെ പാവികളെ വിളക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഭീകരന്മാർ പോലും അകന്നു പോകും. എല്ലാം പലരും തോന്നിയിരിക്കുന്ന ജ്ഞാനം ഉണ്ടാകാനാണ്. കേട്ടോ, പലരും ജ്ഞാനമില്ലാത്തതുകൊണ്ട് എത്ര ക്രിസ്ത്യാനികളാണ് സാധ്യത